റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. മിക്കവരിലും മാനസാന്തരം ശരിയായ വിധത്തിൽ ഇല്ല എന്നതാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? വേദപുസ്തകത്തിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും പ്രയോജനപ്രദമായ ഒരു മെസ്സേജാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നത് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ താല്പര്യം വളരെയധികം കുറവാണ്. വേദപുസ്തകം വായിക്കാൻ പറഞ്ഞാൽ ഏറ്റവും ചെറിയ സങ്കീർത്തനം വായിക്കും. അപ്പോൾ തന്നെ ഒരു മെസ്സേജ് കേൾക്കാൻ പറഞ്ഞാൽ അവർക്ക് സമയം ഉണ്ടാവത്തില്ല, തിരക്കായിരിക്കും, അല്ലെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറയും. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്നത്തെ തലമുറ റീൽസിൻ്റെയും സീരിയലിൻ്റെയും ഒക്കെ പുറകിലാണ്. ക്രിക്കറ്റ് മാച്ചൊക്കെ വേണേൽ എത്ര സമയം വേണേലും അവർ ഇരുന്ന് കാണും. പക്ഷേ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ താല്പര്യം കുറയുന്നു. തിരുവചനത്തിൽ എന്താണ് പറയുന്നത്? എന്തായിരിക്കും ഇതിൻ്റെ കാരണം? നമുക്ക് യിരെമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായ്കയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായ്കയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുന്നില്ല. ഇവിടെ പരിച്ഛേദന എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയെയാണ് കുറിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവവുമായുള്ള ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവവചനം ഗ്രഹിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് അവർക്ക് അത് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ അത് ഗ്രഹിക്കുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം ദൈവിക ബന്ധം, ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ അവർക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാനാണ്? അവർക്കത് മനസ്സിലാകത്തില്ല. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വരം ലഭിച്ചവർക്ക് മാത്രമേ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. വരമെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവകൃപയാണ് പ്രിയരെ. ദൈവകൃപ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് സുവിശേഷ ഭാഗത്ത് വ്യക്തമാക്കുന്നു. ഈ സങ്കീർത്തന ഭാഗത്തേക്ക് വരുമ്പോൾ 95-ന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഹൃദയത്തെ കഠിനമാക്കുന്ന ഒരാൾക്കും ദൈവവചനം ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ കഠിന ഹൃദയന്മാരുണ്ടല്ലോ, ഇരുമ്പ് പോലുള്ള ഹൃദയം വെച്ചിരിക്കുന്നവർ, ഒരു മനസ്സലിവും ഉണ്ടായിരിക്കത്തില്ല അല്ലേ അവരുടെ ഹൃദയത്തിന്. അവർക്ക് ദൈവത്തിൻ്റെ വചനം കേട്ടാൽ അവർക്ക് ഒരിക്കലും ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഇനിയും ഒരു കാര്യം കൂടെ ഇതിനിടയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം വായിക്കാൻ പറയുമ്പോഴത്തേക്ക് പലരും പല തടസ്സങ്ങൾ പറയും. എനിക്ക് ഉറക്കം വരും, പുസ്തകം വായിക്കും. ചിലർക്ക് വേദപുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കയ്യിലെടുത്താലേ വായിക്കോട്ടെ വരും, ഉറക്കം വരും. അവരത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മറ്റൊരാളുടെ കയ്യിലോട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് കിടക്കുക, അല്ലെങ്കിൽ വായിക്കുന്നവർ തന്നെ വായിക്കും. ഇവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇന്നത്തെ ലോകം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഇന്നത്തെ തലമുറകൾ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കാൻ ഒരു നല്ല ഹൃദയം വേണം പ്രിയരെ. ഒരു നല്ല ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം വായിച്ചാലും അത് ഹൃദയത്തിൽ അത് സേവ് ആകുകയുള്ളൂ, അല്ലെങ്കിൽ സംഗ്രഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വചനം പറയുന്നത് കഠിന ഹൃദയർക്ക്, മനസ്സിലായോ? കഠിന ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ അത് ഗ്രഹിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തീർന്നിട്ടില്ല. പിന്നെ കപടഭക്തിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. കപടഭക്തിക്കാർക്കും ദൈവവചനം ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയില്ല. അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. അപ്പോൾ കപടഭക്തിക്കാരുടെ ഹൃദയമോ ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. പ്രിയരെ, അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവിശ്വാസികളുടെ ഹൃദയത്തെക്കുറിച്ച്, അവിശ്വാസികളുടെ ഹൃദയവും
അവിശ്വാസികളുടെ കണ്ണ് എന്ത് ചെയ്തു? കുരുടാക്കിയിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ ഹൃദയത്തിൽ ഇത് സംഗ്രഹിക്കാനായിട്ട് അവർക്കും സാധ്യമല്ല. ഇത് വായിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം വായിച്ചാൽ അവർക്കും ഗ്രഹിക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. പ്രിയരെ, നമുക്ക് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മെ തന്നെ ഒന്ന് ശോധന കഴിക്കണം. നാം വായിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്കത് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ നാം എന്താ ചെയ്യേണ്ടത്? നാം ഓരോരുത്തരും ദൈവവചനം വായിക്കുമ്പോൾ അത് ശരിയായ വിധത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കണം. ദൈവത്തോട് പറയണം, കർത്താവിൻ്റെ സന്നിധിയിൽ യാചിക്കണം. കർത്താവേ, അങ്ങയുടെ ഈ പുസ്തകത്തിലെ, ഈ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ, തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കൃപ എനിക്ക് വേണം അപ്പാ. എൻ്റെ ഹൃദയത്തിൽ ഇത് ആഴമായി പതിയണം, എനിക്കിത് മനസ്സിലാക്കുവാൻ ഉള്ള കൃപ വേണം എന്ന് ദൈവത്തോട് താണിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമുക്കത് മനസ്സിലാക്കുവാനും നമുക്കത് സംഗ്രഹിക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു കൃപ ദൈവം തരും. ദൈവിക കൃപ നമുക്ക് തരുമ്പോൾ അത് നിശ്ചയമായും നമുക്കത് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തിരുവചനത്തിൻ്റെ ഗ്രന്ഥകർത്താവായ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ആത്മാർത്ഥമായി യാചിക്കാം, നമുക്ക് ചോദിക്കാം. നമുക്കതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പാ, എനിക്കത് മനസ്സിലാക്കുവാനുള്ള കൃപ തരണം. എത്ര പേർ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് താഴ്മയോടുകൂടി ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാനായിട്ട് സാധിക്കും? പലരും പറയുമായിരിക്കും, അയ്യോ, ഞങ്ങൾക്കിതെല്ലാം അറിയാം, ഞങ്ങളിതൊക്കെ ഗ്രഹിക്കുന്നവരാണെന്ന്. അങ്ങനെയല്ല. നാം എത്ര കേട്ടാലും വചനം മനസ്സിലാക്കുവാനുള്ള കൃപ നമുക്കില്ല എങ്കിൽ നിശ്ചയമായും നമുക്കത് മനസ്സിലാകാൻ സാധ്യതയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ദൈവം ഓരോരുത്തർക്കും ആവശ്യമാകുന്ന ജ്ഞാനത്തെ നൽകുമാറാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ചിലരൊക്കെ വെളിപ്പാട് പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചിലർ കാണാൻ വായിക്കോട്ടെ വിടും, ഉറക്കം വരും, അവർ ഉറങ്ങി താഴെ വീഴും. ചിലർ കാണാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങി പോകുന്നത് കാണാൻ കഴിയും. നമ്മൾ ആമേൻ പറയുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ ഇങ്ങനെ ഉറങ്ങിപ്പോവും. അവർ പ്രാർത്ഥിച്ച് ആമേൻ പറയാതെ ഉറങ്ങിപ്പോകുന്നത് കാണുവാൻ കഴിയുന്നു. കാരണം എന്താണെന്നറിയാമോ? അവരുടെ ഹൃദയത്തിനകത്ത് അവർക്ക് ദൈവിക കൃപ ഇല്ലാത്തതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അവരിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനിടം കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. നമ്മുടെ കർത്താവ് ഇരിക്കുന്ന ഇടത്ത് മറ്റൊന്നും വേണ്ട. അങ്ങനെ നമ്മളൊന്ന് തീരുമാനിച്ച് ഉറച്ചു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താണിരുന്ന് കഴിയുമ്പോൾ, നമ്മുടെ താഴ്മയെ കണ്ടുകൊണ്ട് കർത്താവ് നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയങ്ങളോട് ദൈവം ഇടപെടുക തന്നെ ചെയ്യും. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും ഈ വചനം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് താണിരിക്കുക. നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ച് കൊടുക്കുമ്പോൾ നിശ്ചയമായും കർത്താവിൻ്റെ തിരുവചന സത്യങ്ങളെ വായിക്കുവാനും ഗ്രഹിക്കുവാനും ഉള്ള കൃപ ദൈവം നമുക്ക് തരുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു ഓൾ. എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന പങ്ക്തിയിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ കടന്നു വരും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.